guys, welcome back to my channel Yadav Crazy World. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന എന്റെ വാച്ച് കളക്ഷൻസ് കാണിക്കാനാണ്. എന്റെ കയ്യിൽ 3 വാച്ചസ് ആണുള്ള. ഫസ്റ്റ് വാച്ച് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ G-Shock GBD 200 ആണ്. സെക്കൻഡ് എന്റെ കയ്യിലുള്ളത് Casio World Time ആണ്. പിന്നെ G-Shockന്റെ 2100 ഡാർക്ക് എഡിഷൻ ആണ്. എന്റെ ഫേവറേറ്റ് വാച്ച് ഇതാണ്. ഇതിലെ മെയിൻ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ ചെറുതായതുകൊണ്ട് നമുക്ക് ലൈറ്റ് പ്ലസ് മോഡ് ചെയ്യപ്പേര് നമുക്ക് ഈ നീഡിൽ അനക്കാൻ പറ്റും. പിന്നെ മോഡ് പ്രസ് ചെയ്യപ്പേര് നമ്മളെ നോർമൽ ടൈമിലോട്ട് വരും. പിന്നെ ആണെങ്കിൽ ഇതില് 30+ വേൾഡ് ടൈം ഉണ്ട്. പിന്നെ നമുക്ക് സ്റ്റോപ്പ് വാച്ച് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ടൈമർ ഉണ്ട്. പിന്നെ അലാം 5 അലാം ആണുള്ളത്. പിന്നെ ഇവിടെ ചെറിയൊരു നീഡിൽ കാണാം. അതിലാണെങ്കിൽ നമ്മൾ ഏത് ഡേ ആണെന്ന് കാണിക്കും. ഇതിപ്പം സൺഡേ ആണ്. മൺഡേ അവര് ഈ നീഡിൽ ഇങ്ങനെ അനങ്ങും. ഇപ്പൊ ഈ രാത്രിയൊക്കെ ആണെങ്കിൽ മൺഡേന് സൺഡേന് ഇടയിൽ നിൽക്കും. അങ്ങനത്തെ ഒരു ഫീച്ചറാണ് ഇതിലുള്ള. പിന്നെ ലൈറ്റ് വരെ പേര് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡ്യുവൽ LED ലൈറ്റ് ആണ് വരുന്നത്. ഇവിടെ ഒരു ലൈറ്റും കാണാം. പിന്നെ ഡിസ്പ്ലേന്റെ ആ സ്ഥലത്തും ഒരു ലൈറ്റ് ഉണ്ട്. പിന്നെ അടുത്ത വാച്ച് ഏതാണെന്ന് പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ബ്ലൂടൂത്ത് ഇല്ല. ബ്ലൂടൂത്ത് ഉള്ള മോഡലും ഉണ്ട്. അതിന് 13,000 ആണ്. ഇതിന് 9,000 ആണ്. പിന്നെ ഇതാണ് G-Shock GBD 200. ഇതെന്റെ സെക്കൻഡ് ഫേവറേറ്റ് വാച്ചാണ്. ഇതിൽ ഓട്ടോ ലൈറ്റ് ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പൊ ഇട്ടിട്ടുണ്ട്, കണ്ടോ ഇപ്പൊ കത്തിയത്. പിന്നെ ഇവിടെയാണ് ലൈറ്റ് വരുന്നത്. അല്ലാതെ ഓൺ ചെയ്യാം ഓട്ടോ ലൈറ്റ് ഓൺ ആണെന്നെങ്കിലും. ഇതൊരു സ്മാർട്ട് വാച്ച് ആണ്. പക്ഷെ ഇതിൽ MIP ഡിസ്പ്ലേ ആണ് വരുന്നത്. മോഡ് പ്രൊസീവർ നമുക്ക് വർക്കൗട്ടിന്റെ ഒരു ഇത് കാണാം. പിന്നെ സ്റ്റോപ്പ് വാച്ച്, പിന്നെ ആക്ടിവിറ്റി. പിന്നെ ഇവിടെ മറ്റേ സ്മാർട്ട് വാച്ചസിന്റെ ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇതൊന്നും വരത്തില്ല. പിന്നെ ഇവിടെ നമുക്ക് പല വാച്ച് ഫേസസ് ഇടാം. ഇവിടെ വേറെ ഉണ്ട്. പിന്നെ ഒരു വേൾഡ് ടൈമിന്റെ ഇതുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ തന്നെ പ്രസ് ചെയ്ത് പിടിക്കും പേര് നമുക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ആവും. സെറ്റിംഗ്സിൽ ഹോം ടൈം ചേഞ്ച് ചെയ്യാൻ പറ്റും. ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വേൾഡ് ടൈം ഉണ്ട്. പിന്നെ അലാം. പിന്നെ ലൈറ്റിലാണ് ഓട്ടോ ലൈറ്റ് ഒക്കെ ഓൺ ചെയ്യാൻ പറ്റുന്ന. ഞാൻ ഓൺ ആണിട്ടേക്കുന്ന. പിന്നെ വൈബ്രേഷൻ. പിന്നെ പെയർ ചെയ്യണമെങ്കിൽ പെയറിങ്ങിൽ പോയിട്ട് കണക്ട് കൊടുക്കണം. ഞാൻ ഇപ്പൊ ബ്ലൂടൂത്ത് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇത് കണക്ട് ആകത്തില്ല. ഇങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ഫീൽഡ് എന്ന് എഴുതി കാണിക്കും. പിന്നെ ഇതില് ഇങ്ങനെ സ്റ്റാർട്ട് കൊടുക്കുമ്പോര് ഇവിടെ സ്പ്ലിറ്റ് ടൈം എന്ന് പറഞ്ഞ് കുറച്ച് ഇത് ഏകദേശം സ്റ്റോപ്പ് വാച്ച് പോലെയാണ്. പിന്നെ അടുത്ത എന്റെ വാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ G-Shock അല്ല, കാഷിയോന്റെ വേൾഡ് ടൈം ആണ്. ഇത് ഞാൻ PT-ക്കാണ് കെട്ടുന്നത്, കാരണം ഇതിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ഈ 2 വാച്ചസിന് പ്രൊട്ടക്ഷൻ കുറവാണ്. ഇതിന് ഇച്ചിരിയെങ്കിലും ഉണ്ട്. ഇത് മറ്റേ നോർമൽ വാച്ചസിന്റെ പോലെ ഇച്ചിരി പ്രൊട്ടക്ഷനേ ഉള്ളൂ. പ്രൊട്ടക്ഷൻ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും വലിയ പ്രൊട്ടക്ഷൻ ഇല്ല. ഇതില് വലിയ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിലും മറ്റേ ചെറിയ ഡിസ്പ്ലേ ആണ്. എന്നാലും കറങ്ങുന്ന ഫീച്ചർ ഒന്നുമില്ല. ഇവിടെ നമുക്ക് ടൈം കാണിക്കാൻ പറ്റും. ടൈം കാണിക്കുന്നുണ്ട്. ഇവിടെ സെക്കൻഡ്സും കാണിക്കുന്നുണ്ട്. പിന്നെ വരുന്ന വേൾഡ് ടൈം ഇതിലും ഉണ്ട്. ഇതിന്റെ പേരെ വേൾഡ് ടൈം എന്നാണ്. പിന്നെ വേൾഡ് ടൈം കാലിഫോർണിയ ഇട്ടിരിക്കുന്ന. പിന്നെ അലാം 3 അലാംസ് ഉണ്ട്. പിന്നെ ടൈമർ ഉണ്ട്. പിന്നെ സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. പിന്നെ നമ്മളെ നോർമൽ ടൈമും ഉണ്ട്. ഇതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള 3 വാച്ചസ്. ഇതാണ് ഇന്നത്തെ വീഡിയോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.